നമ്മൾ ഉൾക്കൊണ്ടതാണെങ്കിലും വളരെ പ്രിയപ്പെട്ടവരുടെ മരണം, അപ്രതീക്ഷിതമായ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രായത്തിൽ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് നമുക്ക് നൽകുന്ന വേദന വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട രണ്ടുപേര്, പ്രിയപ്പെട്ട റെജിനയും മകനും ജോസഫൈനും ഔപചാരികമായിട്ട് നമ്മളോട് യാത്ര പറയുമ്പോൾ ഈ പ്രദേശത്തിന്, ഈ ഇടവകയ്ക്ക്, അവരെ അറിയാവുന്നവർക്ക്, അവരുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അത് വളരെയധികം വേദനയാണ് ഉളവാക്കുന്നത്. പാലാ രൂപതയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിനന്ദ പിതാവ് ഇതിനോടകം തന്നെ നമ്മുടെ ഇടവക ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സമാപന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. രൂപതയുടെ എഞ്ചിനീയറിംഗ് കോളേജിനും അതോടൊപ്പം തന്നെ രൂപതയുടെ പയ്യാനിത്തോട്ടം ഇടവകയ്ക്കും അത് കൂടുതൽ വേദനാജനകമായ കാര്യം. എന്നോടൊരു പ്രസംഗം പറയുന്നില്ല, പ്രത്യേകിച്ച് അനുശോചനം മാത്രം അറിയിക്കുക. ഇന്ന് പിതാവ് പ്രത്യേകമായിട്ട് സന്ദേശം നൽകി. പ്രിയപ്പെട്ട റെജിനയും ജോസഫൈനും ഇവർ രണ്ടുപേരും നമുക്ക് വളരെ സുപരിചിതരായ വ്യക്തിത്വങ്ങളാണ്. ഒരു അമ്മയും മകനും എന്നതിനേക്കാൾ സഭാ ശുശ്രൂഷകളിൽ വ്യാപൃതരായിരുന്ന രണ്ട് വ്യക്തികളാണ്. റെജിനയെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇടവക ദേവാലയത്തിൽ അനുദിനം വിശുദ്ധ കുർബാനയ്ക്ക് അണയുകയും ഈ സ്കൂളിലെ അറ്റൻഡർ എന്ന നിലയിൽ വളരെ സ്ഥിരമായ ശുശ്രൂഷകൾ ചെയ്യുകയും കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അമ്മയായി അനുദിനം മാറുകയും ചെയ്തിരുന്ന വളരെ നല്ല ഒരു വ്യക്തിത്വമായിട്ടാണ്. ഏത് കാര്യം പറഞ്ഞാലും എപ്പോഴും സുസ്മേരവദനയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു സഹോദരിയും അമ്മയും ഭാര്യയും എന്ന നിലയിൽ റെജിന വിജയിച്ചിട്ടുണ്ട്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അഭിഭാജ്യമായ ഒരു ഘടകമായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിലെ നോൺ ടീച്ചിങ് അംഗമെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ജോസഫൈനെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇവിടെ കോളേജിൽ നിന്നുള്ള അച്ഛന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഡയറക്ടർസും ഉൾപ്പെടെയുള്ള വൈദിക സമൂഹം പോലും